മൈഡിയേഴ്സ് വാ നമുക്കൊരു മന്തി കഴിച്ചിട്ട് വരാം. രാത്രി ഇങ്ങനെ വീട്ടിലിരുന്ന് ചുമ്മാ വർത്താനം പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഫുഡ് ക്രേവിങ് വന്നു. പിന്നെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നില്ല എന്തെങ്കിലും കഴിക്കാൻ എവിടേക്കെങ്കിലുമൊക്കെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു നമുക്ക് മന്തി കഴിക്കാൻ വേണ്ടി പോകാമെന്ന്. ഞങ്ങൾ ഈ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടിൽ നിന്നിട്ട് അതേ ഡ്രസ്സിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ നടന്നു വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അതന്നെ മതി, ഫുഡ് കഴിക്കാൻ പോവുകയാണല്ലോ. അങ്ങനെ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും അവിടെ എത്തി. പിന്നെ ഇങ്ങനെ ചർച്ചയാണ്, നമുക്ക് ഇത് വേണം, ഹണി വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ. അങ്ങനെ ഫസ്റ്റ് തന്നെ അവർ നമുക്കൊരു സൂപ്പൊക്കെ കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ സൂപ്പ് കുടിച്ച് നമ്മൾ അപ്പോഴേക്ക് ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഇവിടെ അമ്മയും മോനും നമ്മൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയുന്നത്. അപ്പോഴേക്ക് നമ്മളെ മന്തി ഇവിടെ എത്തി. പണ്ടൊക്കെ നമുക്ക് ബിരിയാണിയോടാണ് ഇഷ്ടമെങ്കിൽ ഇപ്പം അത് മാറി നേരെ മന്തിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മന്തി ലവറാണോ അതോ ബിരിയാണി ലവറാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഫുഡ് അടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ ഈ മയോണൈസ് ആളൊരു അപശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്ന ആളാണ്. നമ്മൾ ശ്രദ്ധിച്ച് അമർത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പല ശബ്ദങ്ങളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് നല്ല രീതിയിൽ നമ്മളതൊക്കെ എടുത്തു കഴിച്ചു. അങ്ങനെ നല്ല എരിവാതുകൊണ്ട് നമ്മൾ ഒരുത്തി ഇവിടെ വേർത്തിരിക്കുക, എരിഞ്ഞിട്ട് അത്ര എരിവാതുകൊണ്ട് വേർത്തിരിക്കുക. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് അവിടെ കടുക്ക കണ്ടു. ഞങ്ങളിവിടെ കടുക്ക എന്നാണ് പറയുക, നിങ്ങൾ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം അതൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇന്നത്തെ കത്തിലുള്ള ടിച്ച ബൈ ബൈ, ലവ് യു.